ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മടങ്ങിപ്പോക്ക് കേരളത്തിലെ തൊഴിൽ മേഖലയ്ക്ക് തിരിച്ചടിയാവുന്നു. നിർമ്മാണം, ഹോട്ടൽ മേഖലകളിലാണ് പ്രതിസന്ധി രൂക്ഷം. ബംഗാൾ, അസം, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതും പശ്ചിമേഷ്യൻ യുദ്ധം കാരണം LPG വിതരണം പ്രതിസന്ധിയിലായതുമാണ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മടക്കത്തിന് കാരണം. നിർമ്മാണ, ഹോട്ടൽ മേഖലകൾക്കാണ് കനത്ത തിരിച്ചടിയായിരിക്കുന്നത്. കേരളത്തിലെ നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്നതിൽ 80%-ലേറെയും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. തൊഴിലാളികൾ മടങ്ങിയതോടെ വലുതും ചെറുതുമായ ഒട്ടുമിക്ക പ്രോജക്ടുകളും മുടങ്ങിക്കിടക്കുകയാണ്. കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം എന്നീ ജില്ലകളിലാണ് ഇത്തരത്തിൽ കെട്ടിട നിർമ്മാണ രംഗം സ്തംഭിച്ചത്. ഇത്രത്തോളം തൊഴിലാളികൾ ആദ്യമായിട്ടാണ് കേരളത്തിൽ നിന്ന് മടങ്ങുന്നതെന്ന് കരാറുകാർ പറയുന്നു. നിർമ്മാണ മേഖലയിലെ നിശ്ചലാവസ്ഥ സിമന്റ്, കമ്പി തുടങ്ങി ഈ മേഖലയുമായി ചേർന്ന് കിടക്കുന്ന കച്ചവടങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ഹോട്ടൽ രംഗത്ത് തൊഴിലെടുക്കുന്നവരിൽ ഏറെയും ഇതര സംസ്ഥാനക്കാരാണ്. LPG പ്രതിസന്ധിയെ തുടർന്ന് അടച്ചിട്ട ഹോട്ടലുകൾ തുറന്നു തുടങ്ങിയെങ്കിലും ജോലിക്കാരുടെ കുറവ് വലിയ പ്രശ്നമായി തുടരുകയാണ്. കേരളത്തിൽ 30 ലക്ഷത്തോളം ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉണ്ടെന്നാണ് ആസൂത്രണ ബോർഡിന്റെ കണക്ക്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.